ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല പുതിയ പ്രതീക്ഷയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ തന്നെ എല്ലാവരുടെയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കട്ടെ. അതോടൊപ്പം തന്നെ എന്റേതും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് ഈ ന്യൂ ഇയർ ഭയങ്കര സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആണെന്നല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2025 എന്ന് പറയുമ്പോൾ എന്റെ ലൈഫിൽ എനിക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മോശം അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിലേ ആയിട്ടാണ് നടന്നത്. ചെറിയ കാര്യങ്ങൾ പോലും. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു 2026 എന്നുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്നല്ല, ആകണം. അതാണ് എന്റെ പ്രാർത്ഥന. സോ എന്റെ ഇയർ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതിന്ന് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണത്. എന്റെ വ്ളോഗെല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഈ ഫ്ലവർ എത്ര ഇഷ്ടമാണ് എന്നുള്ളത്. അതായത് കഴിഞ്ഞതിന്റെ മുന്നത്തെ ബർത്ത്ഡേ മുതൽ ഈ ലില്ലി ഫ്ലവറിന്റെ ഒരു ഭയങ്കര വലിയ ഫാനാണ് ഞാൻ. അപ്പൊ ഇത് കിട്ടുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര സ്പെഷ്യൽ ആണ്. ഭയങ്കരമായിട്ടുള്ള സന്തോഷവും എനിക്ക് അതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഫ്ലേവറിന്റെ ഒപ്പമാണ് എന്റെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള ലില്ലിയാണ്. മണം വരുന്നതേ ഉള്ളൂ. കാരണം ഇതിൽ കുറെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി വിടർന്ന് വന്നതിന് ശേഷമായിരിക്കും കുറച്ചുകൂടെ സ്മെല്ല് ഉണ്ടാവുക. അപ്പം ഇന്നലെ രാത്രി മുതൽ എന്റെ വീടിന്റെ അകത്തൊക്കെ ഈ ലില്ലി ഫ്ലേവറിന്റെ സ്മെല്ലാണ്. അപ്പൊ ഈ വെറും ഫ്ലേവർ മാത്രമല്ല കേട്ടോ, അതിനൊപ്പം എനിക്കൊരു കേക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിങ്ങനെ ഓക്കെ, എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട തന്നെ ആണല്ലോ ഗൈസ്. ഇങ്ങനൊരു ഗോൾഡൻ കളറിലുള്ള ഒരു കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഹണിയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. ബട്ടർ സ്കോച്ചിന്റെ ഹണിയുടെ ഒക്കെ. ഇത് ഏത് ഫ്ലേവർ ആണെന്നുള്ളത് എനിക്ക് കട്ട് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിന്റെ ഒപ്പം തന്നെ എനിക്ക് വേറെ ഒന്നിന്റെ കാര്യം കൂടെ കാണിക്കാനുണ്ട്. എനിക്കൊരു ന്യൂ ഇയർ നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അയച്ച ആള് എനിക്ക് തന്ന മെസ്സേജ് ആണ്. ഞാനിവിടെ കാണിക്കാം. ഇതാണ് കേട്ടോ. ഇത് അടുത്തൊരു പാർസലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എനിക്ക് ആരോ തന്നെയാണെന്നും. അല്ല ഗൈസ്, ഇത് എനിക്ക് ഞാൻ തന്നെ കൊടുക്കുന്ന ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ്. 2 ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഡ്രസ് വാങ്ങിക്കാൻ എങ്ങനെ മൈ ഗോഡ്, ഇതിപ്പോ ഞാൻ എങ്ങനെ കാണിക്കാ? ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഇതാണ് ഇതിന്റെ ടോപ്പ് ടു ബോട്ടം വരെ ഒരേ പാറ്റേൺ ആണ്, ഒരേ ഡിസൈൻ ആണ്. ഭയങ്കര അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. നല്ല ഒതുങ്ങി ഫിറ്റ് ആയിട്ട് കിടക്കും. ഇതൊരു ബ്ലാക്ക് അല്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്? വൈറ്റ് ആണ്. യെസ് 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 യെസ്. ഇതൊരു ബോഡി കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. ഞാനൊരു 5-10 കിലോ കുറഞ്ഞാൽ മാത്രമേ ഇതെനിക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ കൈ നോക്കിക്കേ ഇതിന്റെ കൈ. സോ ഇതാണ് അതിന്റെ ബോഡി. ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അതേ സെയിം തന്നെയാണ് കയ്യിലുള്ളത്. താഴെ വന്നിട്ട് പ്ലെയിൻ ആണ്. സെന്ററിലല്ല, ഒരു നീന്റെ ആ ഒരു ലെവൽക്കാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് കിട്ടും ഈ ഔട്ട്ഫിറ്റിന്റെ. ഇനി അടുത്ത സാധനം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നാട്ടിൽ പോണേ മുമ്പ് വാങ്ങിച്ചാണ്. മൂവിയായിരുന്നു വാങ്ങിച്ചതൊന്നും അല്ല. ഐ മീൻ കിട്ടിയത് ഇപ്പോഴാണ്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് കവാലി, റോബർട്ടോ കവാലിയുടെ. ഇത് പെർഫ്യൂമാണ്. നല്ലൊരു പെർഫ്യൂം ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കും. എനിക്ക് പലപ്പോഴും ആൾക്കാർ ചോദിക്കലുണ്ട്, പെർഫ്യൂം അലർജിയായ നീ ചില സമയങ്ങളിൽ വരുമ്പോൾ നല്ല മണമുണ്ടല്ലോ എന്നൊക്കെ. പെർഫ്യൂം അലർജി ആണെങ്കിലും ഞാൻ പെർഫ്യൂം അടിക്കലൊക്കെ ഉണ്ട്. അതും ഞാൻ ചൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് മാത്രമേ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലൊക്കെ എന്റെ അടുത്തൂടെ പോയാൽ തന്നെ ഞാൻ മറിഞ്ഞൊക്കെ വീഴാറാണ്. ബിക്കോസ് എനിക്ക് പെർഫ്യൂം അലർജിയാണ്. ഇങ്ങനെയൊക്കെ തുറക്കേണ്ട, ഇതൊക്കെ ശരിക്കും ഒരു അൺബോക്സിംഗ് ആയിപ്പോയല്ലോ. നോക്കിക്ക്, ഒരു സ്നേക്ക് ഇരിപ്പുണ്ട് ഇതില്. ബട്ട് ഇത് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ സ്നേക്കിനെ ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതൊരു ബ്രേസ്ലെറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കയ്യില്. കണ്ടോ? അപ്പം ഈ ഡ്രസ്സിനോട് നമുക്കിത് ചേരാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ വെക്കാം. വെക്കുന്ന ടാസ്ക് ആണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ? നല്ല മണമുള്ള പെർഫ്യൂമിനൊന്നും നല്ല ബോട്ടിൽ ഉണ്ടാവില്ല. ബട്ട് ഇതിന് നല്ല ബോട്ടിൽ കിട്ടി. അപ്പൊ ഞാനിത് ബിസ്മില്ല സ്പ്രേ ചെയ്യാണ് ഞാൻ. ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി സ്പ്രേ അടിക്കാറ്. നമ്മുടെ ആ പെർഫ്യൂമിന്റെ കൂടെ എനിക്കൊരു പേഴ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നേ. ക്ലോത്തിന്റെ ആണ്. ചെയിനൊക്കെ ഉണ്ട്. സത്യം കൊണ്ട് എങ്ങനത്തെ കുട്ടി പേഴ്സൊന്നും യൂസ് ആക്കാറില്ല.
ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് ഞാൻ കൊണ്ട് നടക്കുമെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇനി അൺബോക്സിങ് ചെയ്യാനില്ല. പിന്നെ ഗിവ് അവേന്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ആക്കിയിട്ടോ ഇടാം. കാരണം നമ്മൾ വിന്നറിനെ ഒക്കെ കണ്ടെത്തിയതാണ്. ഇനി ഫ്യൂച്ചറിലുള്ള ഗിവ് അവേസ് കുറെ ഗിവ് അവേസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു 10 ഗിവ് അവേ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞു. ഞാൻ വേണമെങ്കിൽ എന്തൊക്കെയാണ് ഗിവ് അവേ കൊടുക്കണം എന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി ഗിവ് അവേ ഒക്കെ ചെയ്ത് വെച്ച് ഗിഫ്റ്റ് ഒക്കെ ഞാൻ നാട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എല്ലാവർക്കും ഈ ഒരു ഇയർ നല്ലൊരു ഇയർ ആയി മാറട്ടെ. നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല ആഗ്രഹങ്ങളുടെ അപ്പുറം നിങ്ങൾ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന തന്നെ ഒരു വർഷമായിട്ട് മാറട്ടെ. ഒരുപാട് അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ ഹെൽത്ത്ലി എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ഇയർ ആവട്ടെ. പിന്നെ എന്റെ എണീറ്റപ്പോ തന്നെ പോയി. ഇത് സ്ഥിരമാണ്. ബിക്കോസ് ഇവിടെ ഞാൻ വന്നപ്പം വീടൊക്കെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ ക്ലീൻ ആക്കിയതിന്റെ കൂട്ടത്തിൽ ഞാൻ മൊത്തത്തിൽ ഔട്ടായി ഗൈസ്. അപ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഈ കേക്ക് ഒക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ശരി എന്നാ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.